എന്ത് അയ്യോ എന്ത് പറ്റി മേഡം? അയ്യോ വേദനിക്കുന്നു. അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മേഡം, പെട്ടെന്നെന്താ? അപ്പൊ ഞാൻ നോണ പറയാന്നാണോ? അയ്യോ മമ്മി. അയ്യോ അല്ല അല്ല, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഇത് റെഗുലർ ആയിട്ട് വരുന്ന പെയിനാ. കുറച്ച് റെസ്റ്റ് എടുത്താ മാറും. അയ്യോ മമ്മി, താഴെ ഇരിക്കണ്ടേ, കട്ടിലിരിക്കേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട, ഇതെല്ലാ മാസം ഉണ്ടാവുന്നതാ. അരവിന്ദൻ എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എനിക്കെന്താ മനസ്സിലാവാത്തെ? എനിക്ക് പെങ്ങന്മാരൊക്കെ ഉള്ളതാ. അയ്യോ മമ്മി, ആ വയറുവേദനയാണെന്ന് ഞാൻ പറഞ്ഞോ? ഭക്ഷണം കഴിച്ചത് ശരിയായില്ല. അയ്യോ കരയില്ല മേഡം, ആൾക്കാർ വേറെ എന്തെങ്കിലും വിചാരിക്കും. ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിച്ച എനിക്ക് വയറുവേദന വരും. കുറച്ചു നേരം കിടന്നാ മതി. എന്നാ വാ, നമുക്ക് കിടക്കാം. അയ്യോ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാനെന്തിനു പുറത്തു പോകണം? ഞാൻ സൈഡിലായിട്ട് കിടന്നോളാം. വേണ്ട, ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോ അരവിന്ദ് തറയിൽ കിടക്കുന്നത് ശരിയല്ല. അതിന് തറയെ കിടക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കട്ടിലിന്റെ ഒരു സൈഡിലായിട്ട് അറ്റത്ത് കിടന്നോളാന്നല്ലേ പറഞ്ഞേ? അയ്യോ അമ്മേ. എന്താ മേഡം? അരവിന്ദ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കോപ്പറേറ്റ് ചെയ്യണം. മമ്മി. ഓക്കെ, കരയല്ലേ, ഞാൻ പുറത്തു പോയിക്കോളാം. കരയല്ലേ, പുറത്തു പോവാം, പുറത്തു പോവാം. കരയല്ലേ, പുറത്തു പോവാം. അയ്യോ മമ്മി. ഞാൻ പോവാ, കരയല്ലേ, തലയാണ എടുത്തതാ. അയ്യോ പോയി പോയി പോയി, ഞാൻ പോയി പോയി. അയ്യോ അയ്യോ പോയി, ജീവിത സ്വപ്നമൊക്കെ പോയി. ഈ സമയത്താ വയറുവേദന, തലവേദന, എല്ലാ വേദനയോട് ഒരുമിച്ച് വരാൻ തോന്നിയത്. കുറച്ച് സമാധാനവും സന്തോഷം കിട്ടുന്ന വരിക കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞപ്പോ ഉള്ള സമാധാനം കൂടെ പോയി. പോയി പുറത്തെടുക്ക മനുഷ്യ. ഓ പിന്നെ രാജോട്ടാരോ അടച്ചു മുദ്ര വയ്ക്കാൻ വേണ്ടിട്ട്. ഓ കിടന്നോ, ഉറങ്ങിക്കോ. ഇതിനൊക്കെ ദൈവം ചോദിക്കോടി, ദൈവം ചോദിക്കും. എന്നും ഭൂമി തന്നെ ശരണം. അയ്യോ അല്ല എടാ മരുവനെ, സ്വർഗസ്വത്തി കിടക്കേണ്ട നീ എന്താടാ ഇവിടെ വന്ന് കിടക്കുന്നേ? സ്വർഗത്തിൽ നിന്ന് ഓടിച്ചു. ഓടിച്ചെന്നാ? എന്തിന്? എന്ത്? നീ വല്ല ധൃതിയും കാണിച്ചോന്ന് ഈ പൂവൻകൊഴിയെ പോലെ? അതൊന്നും അല്ല മാമ, മേഡത്തിന് വയറുവേദനയാന്ന്. വയറുവേദന?